बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളോടൊപ്പം ഈ വികസിത കേരളം കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് 30 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. തുടങ്ങിയത് 3 ദിവസം മുമ്പേ. ഇത് ഇന്ന് ഏഴാമത്തെ വികസിത് കൺവെൻഷനാണ്, വികസിത കേരളം കൺവെൻഷൻ. ഈ ഒരാഴ്ച ആയിട്ടില്ല നമ്മുടെ ജില്ലാ ഭാരവാഹികളായ ടീം വികസിത് കേരളം പ്രഖ്യാപിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഓർഗനൈസേഷണൽ ജില്ലയിൽ പോയി ഈ വികസിത കേരളം കൺവെൻഷൻ നമ്മുടെ ഈ കാഴ്ചപ്പാട്, വികസിത കേരളം എന്ന് പറയുന്ന കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് നിങ്ങളൊപ്പം നിങ്ങൾ മുമ്പിൽ വെച്ച് സംസാരിച്ച് നിങ്ങളൊപ്പം അത് നമ്മുടെ എല്ലാവരുടെ ഒരു ദൗത്യമാക്കിയിട്ട് മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യത്തെ ദിവസം ഈ ചുമതല കിട്ടിയ അതേ ദിവസം സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ഞാൻ ഈ ചുമതല ഏറ്റത് നമ്മുടെ കേരള നാട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ബി ജെ പി കേരളത്തിന് അധികാരത്തിൽ കൊണ്ടുവരാൻ ആണ് ഞാൻ എൻ്റെ ദൗത്യമായിട്ട് കാണുന്നത്. നമുക്കെല്ലാവർക്കും വേണം ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ആഗ്രഹമുണ്ട്. അത് വേണമെന്ന് ജനങ്ങളും പറയുന്നു. അപ്പോൾ അധികാരത്തിൽ വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ആ അധികാരത്തിൽ വരുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു. വികസിത ഭാരതം, അത് നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ. അത് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി നമ്മുടെ നാടിനെ ഒരു പുതിയ ട്രജക്ടറിയിൽ കൊണ്ടുപോയിരുന്നു. അപ്പോ നമ്മളെല്ലാവർക്കും ഒരു വികസിത കേരളം എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് ഒരു ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരമാണ് BJP കേരളം മുമ്പോട്ട് വെക്കുന്ന ഈ വികസിത് കേരളത്തിന്റെ കാഴ്ചപ്പാട്. വികസിത് കേരളം എന്ന് പറഞ്ഞാൽ വികസിത് നോർത്ത് തിരുവനന്തപുരം, വികസിത് തിരുവനന്തപുരം സിറ്റി, വികസിത് തിരുവനന്തപുരം സൗത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. വികസനം ആണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ വികസിത കേരളം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം ഞങ്ങൾ പറയുമ്പോൾ അതൊരു മുദ്രാവാക്യം മാത്രമല്ല, അത് പാർട്ടിൻ്റെയും നമ്മളെല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ്, ദൗത്യമാണ്. ഇതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ, 4 പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ പോയിന്റ് വികസനം. ആരാണെങ്കിലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ 90% ജനങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണം, ഈ പാർട്ടിക്കോ ഈ കാൻഡിഡേറ്റിന് വോട്ട് കൊടുത്താൽ എനിക്കൊരു തൊഴിൽ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമമോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നാടിൽ കുറച്ചൊരു അവസരങ്ങൾ വരും, ജീവിതത്തിൽ ഒരു വ്യത്യാസം വരും. അത് വിചാരിച്ചാണ് ജനങ്ങൾ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ, ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യുന്നു. 2014 ഇന്ത്യയിൽ
നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ജനങ്ങൾ 2014 പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു മാറ്റം വേണം. നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ 2014 മാറ്റം വേണമെന്ന് വിചാരിച്ചത്? അത് ഞാൻ പറഞ്ഞുതരാം. 2004 മുതൽ 2014 വരെ ജനങ്ങൾ ഒരു വിശ്വാസം കൊടുത്ത് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തു. കോൺഗ്രസ് UPA സർക്കാർ, ഞാനിത് സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. 2004 അടൽ ബിഹാരി വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ്റെ ഇക്കോണമി, ഒരു തകർത്ത ഇക്കോണമി നന്നായി വളർത്തി മുമ്പോട്ട് കൊണ്ടുപോയി ഒരു സ്ട്രോങ് ഇക്കോണമി ആയി വെച്ചു. എന്നിട്ട് കോൺഗ്രസ് വന്നു. 4 മുതൽ 14 വരെ കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാർ, ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുത്ത സർക്കാർ, ഈ കിട്ടിയ 2004 ഇക്കോണമിനെ തകർത്തി 10 കൊല്ലത്തിൽ ചെയ്ത് എന്താണ്? അഴിമതിയോട് അഴിമതി, വിലക്കയറ്റം. അതുവരെ ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ കാണാത്ത വിലക്കയറ്റം. ഉള്ള നിക്ഷേപം മടങ്ങിപ്പോവുക, ഇന്ത്യ വിട്ട് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാശ് പുറത്തു പോവുക. 2014 ലോകത്തിന്റെ ഏറ്റവും വലിയ വലിയ രാജ്യങ്ങളും ബാങ്കുകളും ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അവർ പറഞ്ഞത്, ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഏറ്റവും ദുർബലമായ 5 രാജ്യത്തിൽ ഇന്ത്യ 1-ാം നമ്പർ. ഇതായിരുന്നു 10 കൊല്ലം ജനങ്ങൾ കൊടുത്ത ഒരു മാൻഡേറ്റ്. അത് കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായി? 2014 മുതൽ 2024 വരെ ജനങ്ങൾ മാറ്റം വേണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും അറിയാം. ലോകത്തിലെ ആരോട് ചോദിച്ചാലും ഈ കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി അധ്വാനിച്ച പദ്ധതികൾ കൊണ്ടുകൊണ്ട് ഗുഡ് ഗവർണൻസും ചെയ്ത് ഇന്ത്യനെ ഈ ലെവലിൽ, ഈ ദുർബലമായ ഒരു ഇക്കോണമി ഇന്ന് ലോകത്തിന്റെ 3-ാം നമ്പർ 4-ാം നമ്പർ ഇക്കോണമി ആക്കി കൊണ്ടുവന്നു. അപ്പോൾ 10 കൊല്ലം ജനങ്ങൾ കോൺഗ്രസിന് ഒരു മാൻഡേറ്റ് കൊടുത്തു. അവരെന്തു ചെയ്തു? ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നോ? ഇല്ല. രാജ്യത്തിന് തകർത്തിയോ? അതേ സമയത്ത് നരേന്ദ്രമോദിജിക്ക് 10 കൊല്ലം മാൻഡേറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്വാനവും ഇന്ത്യൻ്റെ വികസനവും ഇവിടെ വന്ന പുരോഗതിയും തൊഴിലും നിക്ഷേപവും എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ 10 കൊല്ലം നരേന്ദ്രമോദിജിയുടെ സർക്കാരിൻ്റെ സമയത്ത് ലോകത്തെ എല്ലാ കമ്പനിയും, വലിയ കമ്പനിയും ഇന്ത്യയിൽ വന്ന് ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപം വന്നിട്ടുണ്ട്, തൊഴിൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ മന്ത്രിയാവുമ്പോൾ ഞാൻ സാങ്ഷൻ ചെയ്ത ഐഫോണിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി ബാംഗ്ലൂരിൽ വരുന്നു. ഇതുണ്ടാക്കണം. UPA സമയത്ത് 2004 മുതൽ 2014 ഇങ്ങനത്തെ ഫോണ്, സ്മാർട്ട് ഫോണാണോ ഏത് ഫോണാണെങ്കിലും 98% ഫോൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഇമ്പോർട്ട് ചെയ്ത കാലമായിരുന്നു 2004-2014 UPA കോൺഗ്രസ് സർക്കാർ. ഇന്ന് ഇതേ ഇന്ത്യ, അതേ യുവാക്കൾ, അതേ തൊഴിലാളി, അതേ ജീവനക്കാർ ഈ ഫോൺ 1,20,000 കോടിയുടെ ഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? ആരാണ് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ആരാണ് വികസനം കൊണ്ടുവരുന്നത്, ആരാണ് അഴിമതി ചെയ്യുന്നത്, ആരാണ് രാജവംശത്തിന്റെ
വികസനത്തിനെ പറ്റി കുറച്ച് മാത്രം അവർ വിചാരിക്കുന്നത്. അത് കോൺഗ്രസ്സായി, ഇത് BJP NDA. അപ്പോൾ നമ്മൾ നാട്ടുകാരെ 2016 മുതൽ ഇന്ന് വരെ 9 കൊല്ലമായി, ഇനി അടുത്ത കൊല്ലം 10ാമത്തെ കൊല്ലം. CPM ജനങ്ങളെ വിശ്വസിച്ചു, ഒരു മാൻഡേറ്റ് കൊടുത്തു. അവരെന്താ ചെയ്തിരിക്കുന്നത്? ഈ കേരളം കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആശാ വർക്കേഴ്സിന് 100 രൂപ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സർക്കാരിൻ്റെ അടുത്ത് കാശില്ല. KSRTC ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സിന് 6-7 മാസം ഡിലേ ചെയ്തിട്ടാണ് ശമ്പളം പോകുന്നത്, പെൻഷൻ പോകുന്നത്. അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞ ഒറ്റ ഒരു പ്രോജക്റ്റും കൂടി ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല. അവർ ചെയ്യുന്നത് എന്താണ്? നരേന്ദ്രമോദിജിന്റെ പദ്ധതികൾ അവിടുന്ന് കാശ് എടുക്കും, അതിലൊരു പോസ്റ്റർ അടിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിനിസ്റ്ററിന്റെ ഫോട്ടോഗ്രാഫ് ഇട്ടിട്ട് അത് ഞങ്ങളുടെ സ്കീമാണെന്ന് പറഞ്ഞ് നടക്കും. അത് റേഷനും ചെയ്തു, PM പോഷൻ മിഡ് ഡേ മീൽസും ചെയ്യുന്നുണ്ട്, PM ആവാസ് യോജനയും ചെയ്യുന്നുണ്ട്. കാശില്ലാത്ത സ്ഥിതി കൊണ്ട് നരേന്ദ്രമോദിജി 70 വയസ്സിന്റെ മുകളിൽ സീനിയർ സിറ്റിസൺസിന് ഫ്രീ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതി അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ കാശില്ല എന്ന് പറഞ്ഞിട്ട് അത് അവര് മുമ്പോട്ട് വെക്കുന്നില്ല. ഇതാണ് 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് കൊടുത്തൊരു മാൻഡേറ്റ് കൊണ്ട് ഇവിടുത്തെ സർക്കാർ CPM LDF ചെയ്യുന്നത്. 4-5 ദിവസം മുമ്പേ ഞാൻ TV അവിടെ കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഘോഷിക്കാൻ പോകുന്നതാണ്, 9 കൊല്ലമായി. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇത് എന്തിന്റെ ആഘോഷം? ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല, കർഷകർ ആഘോഷിക്കുന്നില്ല, യുവാക്കൾ ആഘോഷിക്കുന്നില്ല, ഇൻഡസ്ട്രി ആഘോഷിക്കുന്നില്ല, മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല, പെൻഷനേഴ്സ് ആഘോഷിക്കുന്നില്ല. പിന്നെ ആരാണ് ഈ ആഘോഷിക്കുന്നത് ഇവിടെ 10 കൊല്ലം കഴിഞ്ഞിട്ട്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ഉത്തരം തരണം. അപ്പോൾ വികസനം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബാഡിയാണോ അസംബ്ലി ആണോ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനം, അവിടുത്തെ അടിസ്ഥാന സൗകര്യം, നമ്മുടെ മുനിസിപ്പാലിറ്റിന്റെ അടിസ്ഥാന സൗകര്യം, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിനെല്ലാം കാശും പണവും ഇൻവെസ്റ്റ്മെന്റും അതിനൊരു കാഴ്ചപ്പാടും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് BJP NDA ആണ്, നരേന്ദ്രമോദിജിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയമില്ല, ജനങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ ഈ ജനാധിപത്യ നമ്മുടെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിൽ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു എക്സ്പെക്ടേഷൻ രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ പാർട്ടിന്ന് ഇതാണ്: ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം, ഞങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും അവസരങ്ങൾ കിട്ടണം, ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരോട് ചോദിച്ചാലും എങ്ങനെ അനലൈസ് ചെയ്താലും CPM ആണോ കോൺഗ്രസ് ആണോ അത് അവർ ചെയ്യില്ല. അവർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല, കഴിവുമില്ല. അപ്പം ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ 2004 മുതൽ 2014 ചിലപ്പോൾ എന്നോട് മീഡിയക്കാർ പറയും അത് 10 കൊല്ലം മുമ്പേ അല്ലേ, ഇന്നിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അപ്പം ഞാൻ പറയാം, അത് നോക്കിക്കോളൂ. കർണാടക നോക്കൂ, തെലങ്കാനയിൽ നോക്കൂ, ഹിമാചൽ പ്രദേശിൽ നോക്കൂ. തെലങ്കാനയിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് കടം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. അത് ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ. ഇപ്പൊ കോൺഗ്രസ് എവിടെ പോകുന്നു അവിടെ അഴിമതി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല, കഴിവില്ല. പവർ പവർ പവർ, ഇതാണ് വ്യത്യാസം. BJP NDA നരേന്ദ്രമോദിജി വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനൊരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊരു കാണുന്നത് ജനങ്ങളെ ആക്രമണിക്കാനും ജനങ്ങളെ വഞ്ചിക്കാനും അവർ കാണുന്നു.
ഞങ്ങളുടെ ഐഡിയോളജി BJP NDAന്റെ ഐഡിയോളജി പോളിറ്റിക്സ് ഫോർ സർവീസ്, രാഷ്ട്രീയം സേവനയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സേവനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇതും ഒരു മുദ്രാവാക്യമല്ല. ഇത് ഒരു 4 ദിവസം മുമ്പ് എന്നോട് എനിക്ക് ആരോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ടിൽ ഈ വഖഫിൻ്റെ എതിരെ ഫയൽ ചെയ്ത പെറ്റീഷൻ്റെ ഒരു കോപ്പി അയച്ചു. അതിലെഴുതിയിരിക്കുകയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് റെപ്രസെൻറ്റ്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് കേരളാസ് മുസ്ലിം എന്ന്. മലയാളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി നമ്മുടെ നാടിൻ്റെ മുസ്ലിംസിന് മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന് അവർ ശുദ്ധമായിട്ട് ഒരു നാണമില്ലാണ്ട് അവർ സുപ്രീം കോടതിയിൽ പറയുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ, നമുക്കറിയാം കോൺഗ്രസ്സുകാർ ഒരു പീഡന രാഷ്ട്രമല്ലാണ്ട് അവർ പ്രവർത്തിക്കുന്നത് രാജവംശം അല്ലെങ്കിൽ വോട്ട് കിട്ടുന്ന വോട്ട് ബാങ്ക്സ്. CPMകാർ പ്രവർത്തിക്കുന്നത് അവരും അങ്ങനെ സെലക്റ്റീവ്ലിയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അവർ ചെയ്യുന്നത് CPMകാർ ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മാത്രമേ അവർ പദ്ധതികളും അവർ ഫെസിലിറ്റീസും സർവീസസും കൊടുക്കുള്ളൂ. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. പ്രൈം മിനിസ്റ്റർ, അത് മുരളിജിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നരേന്ദ്രമോദിജി ഒരു PM ആവാസ് യോജന, പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ പദ്ധതി ലോഞ്ച് ചെയ്തു. അതിനെ തള്ളി ചവിട്ടി വെച്ച് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി തുടങ്ങി. 2018 വരെ ലൈഫ് മിഷനിൽ ഒരു ചുക്കും വീടാൻ കഴിഞ്ഞിട്ടില്ല, കാശില്ല. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ആ ലൈഫ് മിഷനിൽ എൻറോൾ ചെയ്ത CPMന്റെ സപ്പോർട്ടേഴ്സിന് മാത്രം അവർ PM ആവാസ് യോജനയിൽ എൻറോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് മുരളിജി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഇന്ന് ഈ നാട്ടിൽ മൊത്തം ഇന്ത്യയിൽ ഒരു പാർട്ടി എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP NDA ആണ്. നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ലീഡറും BJP പാർട്ടിയാണ്. ഒരു ഒറ്റ പദ്ധതി നരേന്ദ്രമോദിജിന്റെ ഒരു മതത്തിന് വേണ്ടിയോ ഒരു സമുദായത്തിന് വേണ്ടിയോ അദ്ദേഹം ചെയ്തിട്ടില്ല. PM ആവാസ് യോജനയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഉത്തർപ്രദേശിലെ മുസ്ലിം സ്ത്രീകളാണ്. അങ്ങനെ എത്രയോ രാജ്യത്തിൽ, എത്രയോ സംസ്ഥാനത്തിൽ നരേന്ദ്രമോദിജിന്റെ പദ്ധതികൾ എല്ലാ സമുദായവും എല്ലാ മതത്തിൻ്റെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. മുനമ്മം കേട്ടിട്ടുണ്ടാവല്ലോ. 610 ക്രിസ്ത്യൻ ഫാമിലീസ് മുനമ്പത്ത് 35 കൊല്ലമായിട്ട് അവരുടെ പ്രോപ്പർട്ടീൻ്റെ ഇഷ്യൂ, അവരുടെ ലാൻഡിൻ്റെ ഇഷ്യൂ 35 കൊല്ലം അവർ വോട്ട് കൊടുത്ത് കോൺഗ്രസിന് വോട്ട് കൊടുത്ത് കോൺഗ്രസ് ഈ വഖഫ് ബില്ല് വരുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാണ്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ 610 വോട്ട് ഒന്നുമല്ല, ഞങ്ങൾക്കൊരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്, നിങ്ങളെ വഞ്ചിച്ചാൽ ഞങ്ങൾ വോട്ട് ബാങ്കിന് പോയിട്ട് നിങ്ങളെ വഞ്ചിക്കും. അപ്പോൾ ഈ രണ്ട് ലെഫ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഒരു രാഷ്ട്രീയ ഒരു ഔട്ട്ലുക്ക് എപ്പോഴും വോട്ട് ബാങ്ക് ആധാരമാണ്. BJP എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. BJPന്റെ എല്ലാ പ്രവർത്തകരും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ്. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഈ കഴിഞ്ഞ 20-25 കൊല്ലം LDFും കോൺഗ്രസിൻ്റെ ഒരു ജുഗൽബന്ധം, ഒരു ജോയിന്റ് എഫേർട്ടായിരുന്നു ബി ജെ പിനെ കുറിച്ച് ഒരു നെറേറ്റീവ്. BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, BJP മൈനോറിറ്റീസിൻ്റെ എഗെയിൻസ്റ്റ് ആണ്. ഇതൊരു നന്നായി അവർ പറഞ്ഞു വെച്ച് BJPനെ എപ്പോഴും ബാക്ക് ഫുട്ടിൽ ബാറ്റിംഗ് ചെയ്യാൻ ഒരു പൊസിഷനിലാക്കി വെച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വികസനം നെറേറ്റീവും നമ്മുടെ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നെറേറ്റീവും ഉണ്ട്. BJP NDA കേരളം ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് മാത്രമേ ചെയ്യാൻ പോകുന്നു. അവരുടെ നുണയും അവരുടെ കള്ളത്തരവും അവരുടെ മിസ്ഇൻഫോർമേഷനും നാം എക്സ്പോസ് ചെയ്യും. സത്യം പറഞ്ഞ് ജനങ്ങളെ അവർ നിറയ്ക്കുന്ന വിഷം, ഈ LDFും കോൺഗ്രസും നിറയ്ക്കുന്ന വിഷം, ഈ നമ്മുടെ സത്യം പറഞ്ഞ് അത് 10,000 തവണ പറയണമെങ്കിൽ പറഞ്ഞ് ആ സത്യം ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കും. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി, അത് കഴിഞ്ഞിട്ട് അസംബ്ലി, നറേറ്റീവ് സെറ്റിംഗ്, വികസനം, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയി BJP ആണ് ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഇവർ എന്ത് നോണ പറഞ്ഞാലും അതിനെ നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല. ആ നുണയെ എക്സ്പോസ് ചെയ്ത് സത്യം എന്താണ് ജനങ്ങളുടെ മുന്നിൽ വെക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവസാനം 4ാമത്തെ പോയിന്റ്, ഞാൻ മോദിജീൻ്റെ ഒപ്പം പണിയെടുക്കാൻ ഒരു അവസരം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വികസിത ഭാരത് വിഷൻ, ഡിജിറ്റൽ ഇന്ത്യ വിഷൻ, അതിനെല്ലാം കുറച്ച് എൻ്റെ ലെവലിൽ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഇന്ന് എനിക്ക് വേണ്ടതും എല്ലാവരുടെ ഒപ്പം അധ്വാനിച്ച് പണിയെടുത്തിട്ട് ഒരു വികസിത കേരളം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു ദൗത്യം, നമ്മുടെ എല്ലാവരുടെ ഒരു മിഷന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പറയാൻ ഇതാണ്, എനിക്ക് ഒരു സംശയമില്ല ജനങ്ങൾക്ക്, അത് ആറ്റിങ്ങൽ നോർത്ത് ട്രിവാൻഡ്രമാണോ കണ്ണൂരാണോ, ജനങ്ങൾക്ക് ഈ LDFും കോൺഗ്രസിൻ്റെയും ഈ 65 കൊല്ലമായിട്ട് വാഗ്ദാനം ഒന്നും ചെയ്യാത്ത ഒരു രാഷ്ട്രീയം മടുത്തു. ജനങ്ങൾക്ക് മടുത്തു. ജനങ്ങൾക്കൊരു മാറ്റം വേണം. അപ്പോൾ ഈ വരുന്ന 5-6 മാസം, ആ 5-6 മാസം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കലി അധ്വാനിച്ചാൽ, ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ പരിശ്രമിച്ചാൽ, നമുക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ മാത്രമല്ല, മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വരാൻ ഒരു വലിയൊരു അവസരമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറാൻ റെഡിയാണ്. അതിനെ മാറ്റാനാണ് BJP NDA കേരളം ഈ ഇലക്ഷന് കാണേണ്ടത്. ഈ വരുന്ന 2-3 മാസം എന്ത് ചെയ്യണം, എന്താണ് പ്ലാൻ, സിസ്റ്റമാറ്റിക്കലി എല്ലാ ഡിസ്ട്രിക്ട് ഭാരവാഹികളും എല്ലാ പ്രവർത്തകരും എന്ത് ചെയ്യണമെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് ജി ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ സെഷനിൽ മുമ്പോട്ട് വയ്ക്കും. ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും ഒരു സിൻസിയറായിട്ട് ചെയ്താൽ എനിക്ക് ഒരു സംശയവുമില്ല, നവംബർ 2025 മെയ് 2026 BJPൻ്റെയും NDAൻ്റെ ഫ്ലാഗ്, വികസിത് കേരളം നേടിയൊരു ഫ്ലാഗ് ഇവിടെ നന്നായി പറക്കുമെന്ന് എനിക്ക് ഒരു സംശയം. അപ്പോൾ ഞാൻ അവസാനം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും നിരന്തരമായ പരിശ്രമം, അധ്വാനം ഞാൻ എൻ്റെ ഫോൾഡഡ് ഹാൻഡ്സോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ഈ പാർട്ടിയിൽ നമ്മളെല്ലാവർക്കും വേണ്ടി ഒരു ഗോൾഡൻ സ്വർണ്ണ
അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഈ അധികാരത്തിൽ വരാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. അത് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി.